നമ്മുടെ നാടിൻ്റെ ഒരുമയുടെയും ജനങ്ങളുടെ ഐക്യത്തിൻ്റെയും നാം പ്രകടിപ്പിക്കുന്ന സാഹോദര്യ ബന്ധത്തിൻ്റെയും ഭാഗമായി നാടും ജനങ്ങളും എല്ലാം നൽകിയ പിന്തുണയുടെ ഭാഗമായാണ് ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അടുത്തതായി ഒന്നാം ഘട്ട വീടുകൾ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് പട്ടയ വിതരണം നടത്തുന്ന ചടങ്ങാണ്. ഗുണഭോക്താക്കൾക്ക് പട്ടയം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. ആദ്യ ഗുണഭോക്താവായി അവ്യക്ത് എം, കിഴക്കേ തെക്കുംകര വീട്, വെള്ളാർമല. അവന്തിക പ്രശോഭ്, കനകക്കുന്നിൽ, ചൂരൽമല. മാധവി, ഗോകുലം വീട്, വെള്ളാർമല. നൈസാമോൾ, പാണക്കാടൻ വീട്. നൈസാമോൾ, പാണക്കാടൻ വീട്. അതോടൊപ്പം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരായ ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 13 കുടുംബങ്ങൾക്കുള്ള വനാവകാശ നിയമപ്രകാരമുള്ള കൈവശാവകാശ രേഖ കൈമാറുന്നതിനായി അവരുടെ പ്രതിനിധിയായി ചണ്ണ പുഞ്ചിരിമട്ടം ഉന്നതിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. 178 പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനായി അതോടൊപ്പം തന്നെ DYFI സംഭാവന ചെയ്ത TV-യും ഇന്ന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ DYFI 178 TV നൽകുന്നുണ്ട്. പട്ടയങ്ങൾ വിതരണം ചെയ്തതിനായി 15 കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കൗണ്ടറിൽ 1 മുതൽ 12 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, രണ്ടാമത്തെ കൗണ്ടറിൽ
13 മുതൽ 24 വരെയുള്ള പട്ടയങ്ങളും വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ശ്രീ MG രാജമാണിക്യം IASനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള വേദിയിലുള്ള വിശിഷ്ടരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുനരധിവാസത്തിൻ്റെ ഉദ്ഘാടനമാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ മാതൃക ടൗൺഷിപ്പ് ഇന്ന് ആദ്യഘട്ടമായി ഉദ്ഘാടനം നടത്തിയപ്പോൾ ഏകദേശം 49 ഹെക്ടറിലുള്ള 121 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ ടൗൺഷിപ്പ് 410 കുടുംബങ്ങൾക്ക് 7 സെന്റ് വീതമുള്ള സ്വന്തം പ്ലാട്ടുകൾ 1000 ചതുരശ്ര അടി വീതമുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഏകദേശം 299 കോടി രൂപ ചെലവിലാണ് കൽപ്പേട്ട എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റി എന്ന കരാറുകാരും അതുപോലെ തന്നെ കിഫ്കാൻ ആണ് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, സ്പെഷ്യൽ ഓഫീസർ, CBO ഡോക്ടർ അരുൺ, കളക്ടർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ പ്രോജക്റ്റിൽ നേതൃത്വം വഹിച്ചത്. ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ദുരന്ത സാധ്യത ഇല്ലാത്ത മേഖലയാണെന്ന് CWDRM അതുപോലെ തന്നെ KSDMയും പഠനം നടത്തി സ്ഥിരീകരിച്ച സ്ഥലത്താണ് ഈ എസ്റ്റേറ്റിൽ നിന്ന് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായ ഹരിതവുമായ ടൗൺഷിപ്പാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 35% സ്ഥലം ഹരിത ഇടമായാണ് സംരക്ഷിച്ചിരിക്കുന്നു. 1500 തദ്ദേശീയ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ജലസംരക്ഷണത്തിന് വേണ്ടി 9 ലക്ഷം ലിറ്റർ ശേഷിയുള്ള കേന്ദ്രീകൃത ജലസംഭരണി, 10 സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളാണ് ഇവിടെ നിർമ്മിതമാകുന്നത്. അതുപോലെ തന്നെ 100% ശുദ്ധീകരിച്ച വെള്ളമാണ് കൃഷിക്കും പൂന്തോട്ടത്തിനും ഉപയോഗിക്കുന്നത്. ഓരോ വീട്ടിലുമുള്ള 2 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ പാനൽ, കമ്മ്യൂണിറ്റി സെന്ററിന് 20 കിലോവാട്ട് സോളാറും ബാറ്ററിയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 58 ഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോ വീടും പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ സിവിൽ വർക്കുകൾക്ക് 5 വർഷത്തെ വാറണ്ടി, ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് പൂർണ്ണമായ ഡിഫക്ട് ലയബിലിറ്റി ഉൾപ്പെടെയുള്ള 5 വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾ 2ാം നില പണിയാൻ സാധിക്കുന്ന രീതിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 327 കുടുംബങ്ങളും ടൗൺഷിപ്പുകളും വീട് നമ്മൾ തിരഞ്ഞെടുത്ത് ഇത് പദ്ധതിയുടെ ജനസ്വീകാര്യതയെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഈ ടൗൺഷിപ്പിൽ ഇന്ന് 178 ഗുണഭോക്താക്കൾക്കാണ് വീടുകളും പട്ടയവും കൈമാറിയിരിക്കുന്നു. ബാക്കി വരുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൈമാറുന്നുണ്ട്. ഒപ്പം തന്നെ 11.42 കിലോമീറ്റർ റോഡ്, 11.5 കിലോമീറ്റർ ഡ്രെയിനേജ്, 9.8 കിലോമീറ്റർ സിവറൽ മെയിൻ, 10.2 കിലോമീറ്റർ യൂട്ടിലിറ്റി ഡക്ട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ടൗൺഷിപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ദുരന്ത നിവാരണ തത്വത്തിന്റെ മൂർത്തിഭാവമാണ് ഈ ടൗൺഷിപ്പ്. ലോകത്തിൽ ഏറ്റവും മികച്ച ദുരന്ത പുനരധിവാസ മാതൃകകൾ ഒന്നായി ഇത് വിലയിരുത്തപ്പെടും. ഒപ്പം തന്നെ നമ്മൾ ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യവും ജനങ്ങളുടെ പിന്തുണയും ചേർന്ന് ഈ അപൂർവ നേട്ടത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ ദുരന്തബാധിതമായ എല്ലാ കുടുംബങ്ങൾക്കും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.